ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ക്രൊക്കഡൈൽ പാർക്കിൽ പോവുകയാണേ. ക്രൊക്കഡൈലിനെ കാണാൻ പോവാ. എന്നാ നമുക്ക് വണ്ടി എടുക്കാം. ബൈ ബൈ. തെറ്റിയ ഒരാളിരിക്കുന്നു. അവന് സ്വിമ്മിങ് ചെയ്യാൻ പോകണത്ര. ആരിന്റെ കാർ എവിടെ? നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാട്ടോ കെയിൻസ്. കണ്ടോ, നല്ല തെങ്ങുകളും മലകളും, നല്ല ഭംഗിയാണ്. നല്ല പ്രകൃതി രമണീയമായ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ചൂട് ഭയങ്കര ചൂടാണ്. പുറത്തിറങ്ങി നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ചൂടാണ്. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോണതിൻ്റെ സൈഡിൽ കടലാട്ടോ. കടലിൻ്റെ സൈഡിൽ കൂടെ ഇപ്പോൾ നല്ല രസമായിട്ടുണ്ടായിരുന്നു. കണ്ടോട കുഞ്ഞാ കടല് അപ്പുറത്ത്. സത്യം പറഞ്ഞാൽ നാട്ടിലൊക്കെ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോണതിൻ്റെ അതേ ഫീലിങ്സാണ്. കാരണം നാട്ടിലുള്ള ഒരുവിധം എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും നമുക്ക്. കെയിൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റോട് ചുറ്റും മല. എവിടെ നോക്കിയാലും നമുക്കിങ്ങനെ മല, കുന്നും മലയും കാണാൻ പറ്റും. നമ്മൾ നാട്ടിൽ ഈ വയനാട്, ഇടുക്കി അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണാറില്ലേ, ആ ഒരു ഭംഗിയാണ്. അപ്പൊ നമ്മളത് തൊപ്പി എടുക്കായിരുന്നു കേട്ടോ. ഓക്കെ, ലൂക്ക് എവിടെ? ക്രൊക്കഡൈലിനെ കാണാൻ പോവുക. അവിടേക്ക് കേറുന്ന സ്ഥലത്ത് തന്നെ നല്ല വെള്ളത്തിന്റെ കളകളാരവം. ഹായ് ആര്യൻ. നമുക്കിവിടെ ചെല്ലുമ്പോൾ അവരൊരു കാർഡ് തരും. അപ്പോൾ അതിൽ നമുക്ക് 12:30 ബോട്ടിങ്ങിൻ്റെ സമയം തന്നിരിക്കണേ. നമ്മൾ ഓൺലൈനിലായിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. ഓരോന്നിൻ്റെ സമയവും ഓരോന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടും ഇൻക്ലൂഡ് ചെയ്യാതെയുള്ള ചാർജും എല്ലാം ഉണ്ടാവും. നമ്മളിപ്പോൾ ബോട്ടിങ് മാത്രമേ ഇൻക്ലൂഡായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഫാമിലി ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പൈസ കുറവായിരിക്കും. ഇവിടെ കണ്ട ഒരു സ്റ്റാച്ചു പോലെ ഒരു കൊക്ക് നിൽക്കുന്നത് ഒരു കൊക്കാണ്. നല്ല പച്ച കളർ, കരിമ്പച്ചയും കറുപ്പും വെള്ളയൊക്കെ മിക്സ് ചെയ്തിട്ടില്ല. അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ ചെന്നപ്പോൾ മൂപ്പര് മെല്ലെ ഒന്ന് അനങ്ങി. കണ്ടോ, നല്ല രസമല്ലേ. ഫസ്റ്റ് ഗേറ്റ് ഇതല്ലേ? ഓരോരോ ബോട്ടിൽ അത്രയും സീറ്റിലുള്ള ആൾക്കാർ നിറയുമ്പോൾ അവർ ബോട്ട് എടുക്കും. ആര്യൻ ഇങ്ങോട്ട് വരൂ. Super simple. Do not touch any this type of it. No grabbing, no touching. Even give me shoulder. That one. Attract some crocodile. Turning. That is a male. Haha. Okay, good. Showtime. നമ്മളുടെ ബോട്ട് എടുക്കുന്ന ആളാണ് ഈ കഥ പറഞ്ഞു തരുന്നത്. December 69. Very unusual. Very good harvest. Usually only 40 over. But this year she gave us a 69. Yeah, what? Take a water. Nice. Yeah, watching you. Yeah. That is the harness. That's a wonderful photo. This is a professional loves to take this photo. Crocodile with a nest. Even though you go to the river, very rare photo. Only professional loves to take photo of this. Come on now. Yeah, such a murky water doesn't matter. If she keen to get a food, she using a radar to up. Yes, look. Yes, look. Whoa. Yeah, that's a typical. Look. Very quick one. They don't show the body. That's what you saw is a wild crocodile's hunting action. Very.
അടുത്തതായിട്ട് നമ്മൾ ഫാമാണ് കാണാൻ പോണേ, ക്രൊക്കഡൈൽ ഫാം. 20 സെന്റിമീറ്റർ ഉണ്ടാവുള്ളൂ എന്നാ കൊക്ക് തിന്നുന്ന പറഞ്ഞു. മുതലക്കുഞ്ഞുങ്ങൾ. And it's probably worth noting as well, the guys going out and shooting these crocs actually transitioned from hunting to farming, which is pretty cool. But since they've been protected species, which was 1972, I believe, here in Queensland. But is there any questions at all, guys? Yeah, sorry. So these guys are getting there. It's yeah. If you want to know how we're euthanizing guys, I'll tell you. ഇത് കണ്ടോ, നമ്മൾ മുതലയുടെ തൊലി എടുത്തിട്ടുണ്ടാക്കിയ സാധനം. അതുകൊണ്ട് ബാഗും ചെരുപ്പും ഷൂസും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പറയുന്നത് അവരുടെ മെയിൻ ബിസിനസ്സാണ്. ഇതവരെല്ലാ രാജ്യത്തേക്കും എക്സ്പോർട്ടും ചെയ്യാറുണ്ടെന്ന്. നോക്ക് മോനെ, കങ്കാരുകൾ കിടക്കണേ. ഇതാടി, ഇത് നോക്ക്. അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഡൈനിങ് സ്പേസ് ഉണ്ട്, നല്ല അടിപൊളിയാണ്. ഉറങ്ങ തോന്നുന്നത്. ജീവനുള്ളതാണോ? കിടക്കുന്ന കാണുമ്പോൾ നല്ല ചത്ത് കിടക്കണ പോലെ ഉണ്ട്. മുതലേന് അനക്കവും ഇല്ല. ഇവിടെ വായ വിളിച്ചിട്ടല്ലേ ഇത് കറക്കുക. എന്നൊക്കെ കോരല്ലേ ഇത്? കുറേ ഉണ്ടല്ലോ ഇവിടെ. വാലിൻ്റെ ഇറച്ചി എത്ര നല്ലത്. ഇത് കൂടെ നടക്കാൻ നല്ല രസമുണ്ട്. നല്ല വെയിലൊന്നും ഇല്ലാത്ത കാരണം നല്ല അടിപൊളിയായിട്ട് കൂടെ നടക്കാം. അങ്ങനെ നമ്മൾ ക്രൊക്കഡൈൽ പാർക്കൊക്കെ വിസിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ദേ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. നല്ലതായിരുന്നു, കൊള്ളാം. ചൂടെടുത്ത് മടുത്ത് തിരിച്ചു പോവുകയാണ് ഗൈസ്. ബൈ. ക്രൊക്കഡൈൽ പാർക്കിൽ പോയിട്ട് ഭയങ്കര ചൂടാ അല്ലേ? അതർവൈസ് ഇഷ്ടമായോ? ചൂടല്ലാത്തത് ഒഴികെ? ഓക്കെ. ആണല്ലേ. വീണ്ടും നമ്മൾ ആ കടലിൻ്റെ സൈഡ് കൂടെ യാത്ര ചെയ്ത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല അടുത്ത് കാണാൻ പറ്റും. നല്ല രസമൊക്കെ ഉണ്ടായി. Please try again. Fully up and running, it will mean around 2 million Australians every single year will go through one of our urgent care clinics. And the vast bulk of them tell us. അങ്ങനെ നമ്മൾ ക്ഷീണിച്ച് വലിഞ്ഞ് വന്ന് ഇന്ന ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം യാത്ര പൂർത്തിയാക്കി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. ബൈ സാറമോളെ. ഇവിടെ ക്യൂൻസ്ലാൻഡിൽ 7 വയസ്സ് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റിലിരിക്കാം. അത് കാരണം 7 വയസ്സായി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഫ്രണ്ടിൽ കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.